വടയമ്പാടി പരമഭട്ടാര കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രവർത്തനം ആരംഭിച്ച AR/VR ലാബിന്റെ ഉദ്ഘാടനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് ജ്ഞാനത്തിന്റെയും നന്മയുടെയും വെളിച്ചം വന്നാലും അതിനെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുക എന്നത് ഭാരതത്തിന്റെ സവിശേഷതയാണ്. ഈ സംസ്കാരം നമ്മിലേക്ക് പകരുന്നത് ചിരപുരാതനവും നിത്യനൂതനവുമായ ഭാരതത്തിന്റെ വിദ്യാഭ്യാസ ദർശനമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഗോവ ഗവർണർ അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ കരിക്കുലത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വിദ്യാലയമായി കുട്ടികളായി നിങ്ങൾ മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെല്ലാം അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഈ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിനെ ഓർക്കണം, ഈ മണ്ണിൻ്റെ പൈതൃകം ഓർക്കണം, നമ്മുടെ മുൻഗാമികളെ കുറിച്ച് ഓർക്കണം. എന്താണ് ഭാരതത്തിൻ്റെ ഭരണഘടന പോലും മുന്നോട്ട് വെച്ചിട്ടുള്ള സചേതനമായ ഒരാശയമുണ്ട്. നമ്മുടെ സ്ഥിതി എന്താ? ചിരപുരാതനമാണ്. ആ ചിരപുരാതനത്തെ നമ്മൾ സ്വാംശീകരിക്കുന്നു, നമ്മളത് വിസ്മരിക്കില്ല. അത് ലോകത്തിലെ മഹത്തായ സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രാഷ്ട്രമാണ്. അതേസമയം മോഡേൺ ടെക്നോളജി ചിരപുരാതനവും നിത്യനൂതനവുമാണ്. ഈ നിത്യനൂതനയെ ഉൾക്കൊണ്ടുകൊണ്ട് ആനോഭദ്ര കൃതവോ എന്ന വിശ്വന്തക, എവിടെ നിന്നും ശുഭചിന്തകൾ വരട്ടെ, സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ലോകത്ത് അറിയപ്പെട്ട പ്രധാനപ്പെട്ട 12 മതങ്ങളെയും ആ സന്ദേശങ്ങൾ എത്തിയപ്പോൾ നമ്മൾ വാതിൽ കൊട്ടിയടച്ചില്ല, ഹൃദയ കവാടങ്ങൾ അടച്ചിട്ടില്ല, അതിനെല്ലാം സ്വീകരിച്ചു. ആത്യന്തികമായി ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യം തേടിയുള്ള അനന്തമായ യാത്രയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ആ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഓരോ കുട്ടിയിലും അന്തർലീനമായ സർഗശക്തിയെ ഉണർത്തി അവരെ ആധുനിക ഭാരതത്തിന്റെ തിലകക്കുറിയാക്കുവാൻ പ്രാപ്തരാക്കുന്ന AR/VR ലാബ് പോലുള്ള സങ്കേതങ്ങൾ ഒരുക്കുന്ന പരമഭട്ടാര കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ഗവർണർ വ്യക്തമാക്കി. പരമഭട്ടാര ഗുരുകുല വിദ്യാപീഠം ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് MK ദിലീപിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിദ്യാലയ മാനേജർ ശ്രീനിസ് C, പരമഭട്ടാര ഗുരുകുല സേവാ സംഘം പ്രസിഡന്റ് NN രാജൻ, PTA പ്രസിഡന്റ് ശശീന്ദ്രൻ നായർ PP, സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് മോഹൻ, വൈസ് പ്രിൻസിപ്പൽ ശ്രീജ TG എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.